പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോ ചാക്കോ ചെമ്പൊട്ടി. ആ പെട്ടികളാണ് ഈ പെട്ടികൾ. ജനസമ്മതികൾ കൊണ്ട് നിറഞ്ഞ പെട്ടികൾ. വിധിദിനമെണ്ണി പെട്ടി പൊട്ടിക്കാനായുള്ള ദീർഘമായ കാത്തിരിപ്പുകൾ. എണ്ണിക്കഴിഞ്ഞപ്പോൾ 4 ഭിത്തികൾക്കപ്പുറം ഉയർന്നു കേട്ട ആരവങ്ങൾ, രോദനങ്ങൾ. ജനാധിപത്യത്തിന്റെ ഉത്സവകാലത്ത് പെട്ടികൾ ഉള്ളിലൊതുക്കിയ പൊതുതാൽപര്യങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയേയില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രംഗപ്രവേശനത്തോടെ വോട്ടുപെട്ടികൾ അരികുവൽക്കരിക്കപ്പെടുകയായിരുന്നു. കന്നി വോട്ടർമാരുടെ ഓർമ്മയിൽ പോലും വോട്ടുപെട്ടികൾ എന്നുള്ള വാക്ക് ഉണ്ടാകാനിടയില്ല. ഉപയോഗിക്കാതെയായി 16 ആണ്ട് പിന്നിടുമ്പോൾ അവ ആക്രി വിലയ്ക്ക് തൂക്കിക്കൊടുക്കുകയാണ്. ഇവ പാലക്കാട് കഞ്ചിക്കോട്ടെ ഇരുമ്പ് ഫാക്ടറികളിൽ ഒരുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടമസ്ഥതയിലുള്ള 35,168 പെട്ടികളാണ് ഇത്തരത്തിൽ കൈമാറുന്നത്. ജില്ലാ കളക്ടറേറ്റുകളിൽ സൂക്ഷിച്ചിട്ടുള്ള പെട്ടികൾ കരാറെടുത്തവർ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ലേലം ചെയ്യാനിടയ്ക്ക് പലവട്ടം നമ്മൾ ശ്രമിച്ചിരുന്നപ്പോൾ അത് സർക്കാർ നിശ്ചയിച്ച വില കിട്ടാത്തതുകൊണ്ട് കൊടുത്തില്ല. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ബാലറ്റ് പെട്ടികൾ ഒന്നിച്ച് ലേലം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് പെട്ടികൾ അത് ലേലം പിടിച്ചിട്ടുള്ള കമ്പനിക്ക് കൈമാറുന്നത്. പെട്ടി ഒന്നിന് 7 കിലോ ഭാരം വരും. ശരാശരി 200 രൂപയാണ് വില. പെട്ടികൾ 2 ഏജൻസികളാണ് ലേലത്തിൽ എടുത്തിട്ടുള്ളത്. കുറഞ്ഞത് 50 വർഷത്തെ പഴക്കം ഇവയ്ക്ക് കണക്കാക്കുന്നുണ്ട്. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇവ ഒടുവിൽ ഉപയോഗിച്ചത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചില വാർഡുകളിലും ഇതിൽ ബാലറ്റുകൾ വീണു. ഒരു വണ്ടിക്കകത്ത് 600-700 മാക്സിമം വരും. നേരെ കൊണ്ട് ഉരുക്കി കമ്പിയാക്കാനുള്ളത്. പെട്ടികളെല്ലാം വിറ്റ് സ്ഥലം കാലിയാക്കുകയാണെന്ന് കരുതേണ്ട. 20 എണ്ണം കളക്ടറേറ്റുകളിൽ ബാക്കി വെക്കുന്നുണ്ട്. മറ്റ് ചില തെരഞ്ഞെടുപ്പുകൾ, ഉദാഹരണത്തിന് ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, നമ്മുടെ സഹകരണ സംഘങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അങ്ങനെ അതുപോലെയുള്ള ബോഡികളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് കമ്മീഷൻ അനുവദിച്ചാൽ നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ പെട്ടികൾ നൽകുന്നുണ്ട്. അതിനുവേണ്ടി 20 പെട്ടികൾ സൂക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ് ഓർമ്മകളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നത്. വേഗതയും കൃത്യതയും മികവും ഉറപ്പു നൽകുന്ന ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ ഇവിടെ പകരം ഇടമുറപ്പിക്കുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.